ഇപ്പം കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഈ സമയത്ത് നീ രോഗമുള്ളവരുടെ നടുവേദനയുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കിഡ്നി രോഗമുള്ളവരും അവിടെ തന്നെ കൈവെക്കുക. ക്യാൻസർ 4th സ്റ്റേജാണ് 5th സ്റ്റേജാണെന്നും പറയണ്ട. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സ്റ്റേജുകളാണ്. പക്ഷെ നിനക്ക് ദൈവത്തെ വിശ്വസിക്കാം. എല്ലാ സ്റ്റേജിനും അതീതനാണ് ദൈവം. 1 കൊറിന്ത്യർ 15:26 പറയുന്നുണ്ട്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നതാണ്. ആ പാദത്തിൻ്റെ കീഴിലാക്കാൻ വേണ്ടി ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിനക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കുന്നത്. നടുവേദനയുള്ളവരും സ്പൈനിൻ്റെ അസുഖമുള്ളവരും കശേരികൾ ഡിസ്ലൊക്കേറ്റ് ആയവരും കിഡ്നി രോഗികളും പ്ലീഹായുടെ അസുഖമുള്ളവരും സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവരും ഒക്കെ യഥാസ്ഥാനങ്ങളിൽ കൈവെക്കട്ടെ. കരൾ രോഗികൾ നെഞ്ചിൻ്റെ താഴെ കൈവെക്കട്ടെ. ഹൃദയരോഗികൾ ഇടതുവശത്ത് കൈവെക്കട്ടെ. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലുള്ളവരെല്ലാം സർവാംഗം രോഗികളെ, കൂടുതൽ രോഗമുള്ളവരെ കൈരണ്ടും പിണച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെക്കട്ടെ. സർവ്വരോഗങ്ങളെയും കർത്താവിന് തിരുസിനെ ഏൽപ്പിക്കുക. ഈശോ അടയാളപ്പെടുത്തി പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ പോകുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്താൻ പറഞ്ഞു. അതുപോലെ ആദിമസഭയുടെ പാരമ്പര്യമാണ്. നിങ്ങൾക്ക് രോഗമുണ്ടാകുമ്പോൾ സഭാപുരോഹിതനെ വിളിച്ചുകൊണ്ട് വരിക, തൈലം പൂശി അവനവനെ സുഖപ്പെടുത്തട്ടെ എന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. രോഗത്തിൻ്റെ സൗഖ്യം വൈദ്യനെ തന്നതും ഡോക്ടറിൻ്റെ സംവിധാനം ഉണ്ടാക്കിയതും മനുഷ്യന് ശാസ്ത്രം പറഞ്ഞു കൊടുത്തതുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സത്യത്തിൻ്റെ വെളിപാടുകളാണ്. അതെല്ലാം ദൈവികമായതുകൊണ്ടാണ് നമ്മളതെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ വൈദ്യൻ വഴിയായാലും വിശ്വാസം വഴിയായാലും സുഖപ്പെടുത്തുന്ന കർത്താവാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, ഹൃദയ രോഗികള്, ശിരസിന്റെ രോഗികള്, ന്യൂറോ അസുഖമുള്ളവര്, ഡിപ്രഷൻ ആയിട്ടുള്ള മക്കള്, കർത്താവേ, പഠനത്തിന് ജീവിതത്തിന് കർത്താവേ മുടങ്ങിപ്പോയവര്, കർത്താവേ, ആകപ്പാട് എല്ലാം മനസ്സ് ഇടിഞ്ഞുപോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശപ്പ് രോഗികള്, സോറിയാസിസ് രോഗികള്, ത്വക്ക് രോഗികള്, ക്യാൻസർ രോഗികള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PCOD രോഗികള്, പിസ്റ്റുല രോഗികള്, RSS രോഗികള്, രക്തം പോക്കിന്റെ അസുഖമുള്ളവര്, മൂത്രത്തിൽ രക്തം പോക്കുന്ന അസുഖമുള്ളവര്, മൂത്രത്തിൽ കല്ലുള്ളവര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസകോശ രോഗികള്, TB രോഗികള്, യേശുവേ, ഈ നിമിഷം ഉള്ളക്കാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം നിറയട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ രക്തം നിറയട്ടെ. ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ച മങ്ങിപ്പോകുന്നവര്, അവർ കർത്താവിന്റെ രക്തം നിറയട്ടെ, സ്പർശിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില് കർത്താവേ, അങ്ങയുടെ ഉന്നതമായ നാമത്തില് ഞങ്ങൾ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അപ്പാ, ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ കൈകളെ നീട്ടണമേ. നടുവിലെ അസ്ഥിരോഗങ്ങള്, പേശിരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ശരീരകോശങ്ങളില് കർത്താവിന്റെ രക്തം നിറയട്ടെ. ഞരമ്പ് രോഗങ്ങളിൽ ബ്ലോക്കുള്ളവര്, തടസ്സമുള്ളവര്, ഉള്ളക്കാലം ഒതിച്ചുവരെ മാരക രോഗങ്ങള്, തിരവ്യാധികള്, സ്രാവരോഗങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഓട്ടിസം രോഗങ്ങള്, അർവസ്മാര രോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തിന്, യേശുവിന്റെ ഉന്നതമായ നാമത്തിന്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിന് മാരക രോഗങ്ങള്, തീരവേദികള്, മരുന്ന് കഴിച്ചിട്ടും എത്ര ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും മാറാത്ത രോഗങ്ങള്, തീരാത്ത വേദികള് യേശുവിന്റെ നാമത്തില്, മനോരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, വിസർപ്പ രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അസ്ഥി ഉരുക്കങ്ങള്, അസ്ഥി രോഗങ്ങള്, അസ്ഥി ശോഷണങ്ങള്, ശരീര ശോഷണങ്ങള് യേശുവിന്റെ നാമത്തില്, കർണപുടങ്ങളിൽ കഴിവില്ലാത്തവര്, സംസാരിക്കാൻ നിവൃത്തിയില്ലാത്തവര്, പല്ല് മാറാത്തവര് യേശുവിന്റെ നാമത്തില്, ഉള്ളക്കാലം മുതൽ ഉച്ചവരെ, മക്കളില്ലാത്തവര്, കൗണ്ടില്ലാത്തവര്, മൊബിലിറ്റി ഇല്ലാത്തവര് യേശുവിന്റെ നാമത്തില്, ഇമ്പോർട്ടൻസി ആയിട്ടുള്ള എല്ലാ മക്കളും കല്ലിൽ
നിന്ന് എബ്രാഹത്തിന്റെ സന്തതികളെ ധരിപ്പിക്കാൻ കഴിയുന്ന ദൈവമേ, ആകാശം ഭൂമി കടന്നുപോയാലും മാറ്റമില്ലാത്തതിന്റെ വാക്കിന്റെ ശക്തിയാൽ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൂചിക്കട്ടെ, അവിടുത്തെ സാന്നിധ്യത്തിന് നമ്മൾ പറഞ്ഞ ആധ്യാത്മികമായ ഒരു പിത്തം പിടിക്കൽ എന്ന് പറയത്തില്ലേ, പിത്തം വരും. അതുപോലെ നെയ്മുറ്റൽ എന്നൊക്കെ പറയണത് പണ്ടൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കോഴികളൊക്കെ നെയ്മുറ്റണം നമ്മ വെല്ലുമിച്ചമാരൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ആധ്യാത്മികമായ നെയ്മുറ്റലിരിക്കും. അതിൻ്റെ എല്ലാം സ്ലോ ആയിരിക്കും. അതിൻ്റെ കാരണം വിഷയത്തിന് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടമ്പടി വെക്കുന്ന വിഷയമായാലും അതിന് ദൈവത്തെക്കാൾ വലിയ പ്രാധാന്യം ചില സമയത്ത് വരും. അതൊന്ന് നിങ്ങളൊന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസം നടത്തണം, നല്ലതായിരിക്കും. അമ്മ എപ്പോഴും അമ്മയെ നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും വിഷയത്തെക്കാൾ പ്രാധാന്യം അമ്മയ്ക്ക് ദൈവമായിരിക്കും, ദൈവവചനമായിരിക്കും. അതാണ് അമ്മയുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രത്യേകത. വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കും വചനം. അങ്ങനെ വരുമ്പോൾ മാത്രമേ വചനം ഈ പറഞ്ഞ ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശ ഒന്നും മാത്രമൊന്നും വന്നില്ലേ. അത് അങ്ങനെ വരാൻ കാരണം ഈ വിഷയത്തേക്കാൾ പ്രാധാന്യമായിരിക്കണം വചനം. പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെക്കാളും പ്രാധാന്യം നിന്റെ വചനത്തിന് കൊടുക്കുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴും എന്താണ് അങ്ങനെ അച്ഛൻ പറയാൻ കാരണം? ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഒരു മാർഗമാണത്. എന്താണ്? വിഷയത്തേക്കാൾ പ്രാധാന്യം വചനത്തിന് കൊടുക്കുന്നത്. അത് മരിയൻ കോൺസെപ്റ്റാണ്, മരിയൻ അപ്രോച്ചാണ്. ദാറ്റ്സ് എ കോർ ഓഫ് ദി മരിയൻ സ്പിരിച്വാലിറ്റി. മാതാവിൻ്റെ ആധ്യാത്മികതയുടെ ഒരു പ്രശ്നം നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മാതാവിൻ്റെ പേരിൽ കുറച്ച് വെടിവാണങ്ങളും അതുപോലെ തന്നെ ചെണ്ട കൊട്ടിപ്പോകാനൊക്കെ അല്ലാതെ നമുക്ക് കറക്റ്റ് അമ്മയുടെ സ്പിരിച്വാലിറ്റി അറിയത്തില്ലല്ലേ. ഇപ്പോൾ 5 ലക്ഷം രൂപ മുടക്കി മാതാവിൻ്റെ പെരുന്നാൾ നടത്തിയെന്നൊക്കെ പറയുമ്പോഴും പിറ്റേ ദിവസം അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം ഇയാൾക്ക് മാതാവോട് യാതൊരു ബന്ധമില്ലെന്നും. അതാണ് പ്രശ്നം. ഇത് നമ്മൾ വളരെയേറെ ഇപ്പോൾ അമ്മമാതാവിൻ്റെ പെരുന്നാളിനൊക്കെ പോകുന്നതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്പിരിച്വാലിറ്റി ഒന്ന് ഫോളോ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും, ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് തോന്നും. ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഒന്നാമത്തെ നമുക്കിങ്ങനെ ദൈവത്തിൻ്റെ കണ്ണിലൊന്നും പൊടിയിടാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന്മാരുടെ മുമ്പിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മുടെ സ്വതശുദ്ധമായ ഉടായ്പകൾ കാണിക്കാതിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് നടത്തുമ്പോൾ തന്നെ അത് മുഴുവൻ സ്കാൻ ചെയ്ത് അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പുറത്ത് വരും.
പിന്നെ വല്ല നടക്കുക. പക്ഷെ വളരെ സൂക്ഷിച്ചിടപെടേണ്ട ഒരാളാണ് ദൈവം, വളരെ സൂക്ഷിച്ച്. ഇപ്പോൾ നീ നിൻ്റെ പ്രാർത്ഥന ഇന്ന് മാറ്റിവെക്കണം വിചാരിച്ചോ, നിൻ്റെ സമയം നീ മാറ്റിവെക്കണം വിചാരിച്ചോ. അപ്പോൾ ഈ സമയം മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഇന്ന് സപ്പർ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുക. അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ എന്താണ് കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ സമയം ചേഞ്ച് വന്നത്, അപ്പോൾ തന്നെ എൻ്റെ റിസൾട്ട് ഔട്ടായി. എന്താ കാര്യം? നിനക്ക് അതിനേക്കാൾ പ്രാധാന്യമുള്ള എന്തോ കാര്യം വന്നു, തീർന്നില്ലേ? എന്തിനാ കൊണ്ടുപോയി പണി മേടിക്കണേ? എന്തിനാ? അപ്പം തന്നെ ദൈവത്തെ അറിയാം. കാര്യം ഇതിൻ്റെ വരുന്ന എന്തൂസിയാസം, അത് ആദ്യമേ തന്നെ വചനം കൊടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്? നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ റെഫറൻസിൽ ആരും വരരുതെന്ന്. വേറെ ദൈവമില്ലെന്നല്ല, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ദൈവത്തിന് വരണം. ഈ ഫസ്റ്റ് പ്രയോറിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്തൂസിയാസം വരണം. എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യുത്സാഹം എന്ന് വെച്ചാൽ എൻതയോസ്, അത് ഇൻ ഗോഡ്, ദൈവം ഉള്ളിലുണ്ടാകണം. ദൈവം ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി വരണത്. അല്ലെങ്കിൽ സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മുൻഗണന പ്രയോറിറ്റി എന്നൊക്കെ അറിയാതൊക്കെ ഇംഗ്ലീഷ് പറയണം കേട്ടോ, അറിഞ്ഞുകൊണ്ടല്ലോ കേട്ടോ. അതായത് ഈ നമ്മുടെ ഈ മുൻഗണനാ ക്രമങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മുൻഗണനാ ക്രമങ്ങളുടെ ഏത് സ്ഥാനത്താണ് ദൈവം വരുന്നത് അതിന് ആനുപാതികമായിരിക്കും നിൻ്റെ എന്തൂസിയാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വരേണ്ടത് ഇപ്പോൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ തന്നെ ഗർഭസ്ഥ ശിശു എന്തൂസിയാസ്റ്റിക്കായി. അപ്പം തന്നെ ആത്മാവിൽ നിറഞ്ഞ്. എന്നിട്ട് ഈ എലിസബത്ത് എന്താ പറയണത്? മറിയത്തെ കാണുമ്പോൾ അപ്പം തന്നെ ഇത് സ്കാൻ ചെയ്ത് അപ്പം തന്നെ റിസൾട്ട് പുറത്തു തന്നെ കണ്ടില്ലേ? അതായത് അമ്മയുടെ അഭിവാദനം കേൾക്കുമ്പോൾ തന്നെ ആ വൈരി സെക്കൻഡിൽ മാതാവിന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പച്ച വെളിച്ചം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകും. എന്നിട്ട് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വരും. എന്താണ്? മേരി, യു ആർ ബ്ലെസ്ഡ്, നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതമാണെന്ന്. ഉദരഫലം അനുഗ്രഹീതമാണെന്ന് അമ്മ പോലും സ്കാൻ ചെയ്തിട്ടില്ല പ്രഗ്നൻ്റ് ആണെന്നറിയുള്ള കാര്യം ഇല്ലേ? മാലാഖയുടെ ഒറ്റ അഭിവാദനത്തിലാണ് നിൽക്കുന്നത്. ആൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷേ എലിസബത്താണ് സ്കാൻ ചെയ്തിട്ട് ഗർഭിണിയെ സ്കാൻ ചെയ്യണത്. പെട്ടെന്ന് ഒറ്റ അഭിവാദനത്തിൽ എലിസബത്ത് സ്കാൻ ചെയ്യും. എന്താ കാര്യം? എലിസബത്തിൽ അങ്ങോട്ട് ആളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഈ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാട്. ഈ വെല്ലേമിച്ചിരി വയറ്റി കിടക്കുന്ന ഗർഭസ്ഥ ശിശു സ്നാപയോഹന്നാൻ തുള്ളിച്ചാടുമ്പോൾ പെട്ടെന്ന് പറയുന്ന സംഭവമാണ്. അതാ സമയത്ത് സ്കാനിങ് നടക്കുന്നത്. ഗർഭിണിയെ സ്കാൻ ചെയ്യണപ്പോഴാണ് എന്താ പറഞ്ഞത്? മേരി, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. ദാറ്റ് മീൻസ് യു ആർ പ്രഗ്നൻറ്റ്. എലിസബത്ത് അല്ലേ പറയണത് അമ്മയോട് പ്രഗ്നൻ്റ് ആണെന്ന്? ഇല്ലേ? അത് ഒറ്റ കാഴ്ചയിലാണ് പറയണത്. അപ്പോൾ അമ്മ പറയും, മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്. പിന്നീട് അതിനേക്കാൾ എന്തൂസിയാസ്റ്റിക്കായിട്ടാണ് അമ്മ പറയണത്. എന്താ പറയണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. വാക്ക് വിട്ടുപോകരുത്. ഉദരഫലമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു സാധാരണ കുഞ്ഞിനെക്കുറിച്ചല്ല അവിടെ സംസാരിക്കണത്. എന്താ അമ്മ സംസാരിക്കണത്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്പെൽ. ഇപ്പം ഗോസ്പലാണ്, പക്ഷെ ഫസ്റ്റ് സ്പെല്ലാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ആദ്യത്തെ മംഗളവാർത്ത കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എന്താതിനെക്കുറിച്ച് പറയുക, ആദ്യത്തെ ഒരു ഫസ്റ്റ് നോളജാണ്. എന്താണ്? രക്ഷകനായ ദൈവം. അവൻ തന്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു പറഞ്ഞില്ലേ? മത്തായി 1:21. മത്തായി സുവിശേഷം 1:21 പറഞ്ഞോളൂ.
അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞേ, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. പറഞ്ഞോളൂ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. എന്നിട്ട് പറഞ്ഞേ, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ശ്രുതിക്കട്ടെ. മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ എലിസബത്ത് എന്താ പറയണത്? നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. ഇപ്പം ഫസ്റ്റ് ഹാൻഡ് നോളജ് വരണത് ഉദരഫലത്തെക്കുറിച്ചാണ്. അത് ബ്ലെസ്സഡ് ആണെന്ന്. അതിൻ്റെ അമ്മ ആ വചനം കേട്ടിട്ട് പ്രതിവചനം പറയണത് എന്താണ്? അമ്മ പ്രതിവചനം പറയണത് എന്താണ്? എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ, പറഞ്ഞേ, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ബേസിക് ആയിട്ട് ഹു ഈസ് ജീസസ്? ഇറ്റ് ഈസ് റിവീൽഡ്. എന്താണ്? രക്ഷകനായ ദൈവമാണ്. എന്ത് രക്ഷയാണ്? ബേസിക്കായിട്ട് അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാം. എൻ്റെ ദൈവപൈതലേ, ഈ പാപത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയാൽ, ചേട്ടൻ തിരിച്ചു വന്ന് അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം പാസ്സായിരുന്ന OET എക്സ്പയർ, അതായത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ OPയിൽ എൻ്റെ സ്റ്റാഫ് കൃപാസനത്തിൽ പത്രം കൊണ്ടുവന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇവിടുന്ന് സാക്ഷ്യം വന്ന് പറയാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നു എന്ന് വെച്ചിട്ട് അപ്പം എന്നോട് ഞാൻ അന്നേരം ഉടമ്പടി എടുത്തു, ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. 3 ഡേയ്സ് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ OETയുടെ റിസൾട്ട് വന്നായിരുന്നു. OET എക്സാം ഞാൻ സെക്കൻഡ് ടൈം എഴുതിയപ്പോൾ നല്ല ടഫായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങനെ റീഡിങ്ങിൻ്റെ സമയത്ത് ഇപ്പം എല്ലാവർക്കും അറിയാം ഭയങ്കര ഒരു 2 പേജസൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ചാലേ നമുക്കത് ആ ഫിക്സഡ് ടൈമിൽ അതിൻ്റെ ആൻസേഴ്സൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന കുട്ടി ഇങ്ങനെ നല്ല ഉറക്കെ വായിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിനി അത് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എക്സാം എഴുതുന്നവർക്ക് വെച്ചാൽ സമയം ഇങ്ങനെ ആ ഫിക്സഡ് ടൈമിൽ നമ്മൾ ആൻസർ ചെയ്യണമല്ലോ. അപ്പം ഞാനിരുന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ ആൻസറൊക്കെ ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ ഫെയിലാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്ത് പോയി വിത്തിൻ 3 ഡേയ്സിൽ റിസൾട്ട് വന്നു, പാസ്സായി. അപ്പം ഞാൻ UK മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് എനിക്ക് അവർ സർട്ടിഫിക്കറ്റ് തരുന്നില്ല. അത് അപ്പം അവർ റിപ്ലൈ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് സെയിം സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്, നിങ്ങളൊന്നുകൂടി കോളേജിലൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി പിന്നെയും തിരിച്ച് കോളേജിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പം സർട്ടിഫിക്കറ്റ് കൊടുത്തു തുടങ്ങേണ്ടതെന്ന്. ഞാനൊരു 8 മാസമായിട്ട് അവരുടെ ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 2 വീക്സിൽ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് എംപ്ലോയർ റെഫറൻസ് ആയിരുന്നു. അപ്പം ഞാൻ പഠിച്ച സ്ഥലത്തു നിന്ന് അവിടുത്തെ ഞങ്ങളുടെ എംപ്ലോയർ ഒരു സർട്ടിഫിക്കറ്റ് തരണം. അപ്പം ഞാൻ അതിനവിടെ പോയിട്ട് പ്രിൻസിപ്പൽ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് കുറേ സാറ് പറ്റത്തില്ല പറഞ്ഞാൽ ഒരു 3 ഡേയ്സ് ഡെയിലി ഇങ്ങനെ ഓഫീസിൽ പോയി നിൽക്കും, ഇങ്ങനെ വെയിറ്റ് ചെയ്യും. വൈകുന്നേരം സാറ് വരും, അകത്തേക്ക് വിളിപ്പിക്കും, തരാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര, ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ മെഴുക് തീർത്തിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒത്തിരി നാളെ ഞാൻ എൻ്റെ പുറകെ നടക്കണേ, ഇനി എന്നെ ഇങ്ങനെ നടത്തിക്കല്ലേന്ന് ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഞാൻ കോളേജിൽ ചെന്നു. എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിപ്പിച്ചു. സാറ് ഒന്നും പറഞ്ഞില്ല, സാറ് ഫുള്ള് അത് സൈൻ ചെയ്ത് തന്നു. അതിൻ്റെ ഒപ്പം തന്നെ പ്രിൻസിപ്പൽ സാറും, അതായത് 3 ദിവസമായിട്ട് തരില്ല എന്ന് പറഞ്ഞ സാറ്
സാറ് സൈൻ ചെയ്ത് തന്നു. ആരെങ്കിലും ഒരു എംപ്ലോയർ എനിക്ക് തന്നാൽ മതി. പക്ഷെ എനിക്ക് അവസാനം 2 എംപ്ലോയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനുവരിയിൽ പാസ്സായത് എക്സാം. ഒരു 8-9 മാസമായിട്ട് ഒന്നും നടക്കുന്നില്ല. ഉടമ്പടി എടുത്ത് വിത്തിൻ 2 months എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി എനിക്ക് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ഇൻ്റർവ്യൂ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ നിന്ന് വിശുദ്ധ തൈലം എൻ്റെ നാക്കിൽ വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ കുറേ വർഷം, ഒരു 3 to 4 years ആയി ടോട്ടലി എക്സാമിൻ്റെ പുറകിൽ ഞാൻ നടക്കുന്നു. എന്നിട്ട് ഞാൻ